ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ഫിലോസഫീനെ ഒരു ന്യൂആൻസ്ഡ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ അതിൽ 4 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, ലുഡ്വിഗ് വിറ്റൻസ്റ്റൈൻസ് ലാംഗ്വേജ് ഗെയിംസ്. സെക്കൻഡ്, ജാക്കോസ് ഡെറിഡാസ് ഡീകൺസ്ട്രക്ഷൻ. തേർഡ്, ജോർജ് ലാക്കോഫിന്റെ മെറ്റഫോർസ് വി ലിവ് ബൈ. And fourth, Jean Baudelaire's hyperreality, simulation, simulacra. Once again, I repeat, the first thing we are going to deal is Ludwig Wittgenstein's language games. Second thing is Jacques Derrida's deconstruction. Third is George Lakoff's metaphors we live by. And fourth is Jean Baudelaire's hyperreality, simulation, simulacra. അപ്പോൾ ഈ 4 കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ അതായിട്ടുള്ള എൻകൗണ്ടർ ആകസ്മികമായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഒരു 4-5 മാസമായിട്ട് സ്ഥിരമായിട്ട് ഞാനും പലരും ഇങ്ങനെ എല്ലാവരും ഞാൻ എവിടെ പോയാലും എയുടെ യുഗമാണല്ലോ, ഇനിയിപ്പോൾ എല്ലാം ഹ്യൂമൻസിന് എന്താ റോൾ എന്നുള്ള രീതിയിൽ വന്നിരിക്കും. എന്തായാലും ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് അവിടെ എവിടെയൊക്കെ വേണം. ഇൻഡസ്ട്രി എന്തായാലും ഇംപ്ലോഡ് ചെയ്യുന്നുള്ളത് ഏകദേശം എനിക്കും ഉറപ്പായിരുന്നു. അറ്റ്ലീസ്റ്റ് എന്റർപ്രൈസ് കമ്പ്യൂട്ടിങ്, ഇപ്പൊ ഞാൻ കറന്റ്ലി വർക്ക് ചെയ്യുന്ന ഏരിയയിൽ ഒരു 50 to 30% ഇംപ്ലോഷൻ ഞാൻ ഒരു എന്താ പറയുക സയന്റിഫിക് വൈൽഡ് ഗസ് വെച്ചിട്ട് കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പോൾ വട്ട് എവർ ഹ്യൂമൻ ഹൂവർ ലെഫ്റ്റ് അവർ തമ്മിൽ എങ്ങനെ കമ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ 4 കാര്യങ്ങളിലോട്ട് ആകസ്മികമായിട്ട് ഇറങ്ങി. ഇതിനൊപ്പം തന്നെ എക്സിസ്റ്റന്റലിസം, ഫിനോമിനോളജി, പിന്നെ ഒരു തത്വം കൂടിയുണ്ട്, നിഹിലിസം. അതും ഇന്ത്യൻ ഫിലോസഫിയും കൂടി ഈ 8 കാര്യങ്ങളുടെ ഒരു ബ്ലെൻഡ് വെച്ചിട്ട് ഒരു പോസ്റ്റ് AI ഫിലോസഫി ഫോർ റീഗെയിനിങ് ഹ്യൂമൻ ഏജൻസിക്കുള്ള റിസർച്ച് നടക്കുന്നതിനിടയിലാണ് ഈ 4 കാര്യങ്ങൾ ഇത് ചെയ്തത്. പിന്നെ ഞാൻ ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ ഈ 4 കാര്യങ്ങൾ ഞാൻ സംസാരിക്കുകയുണ്ടായി. ഐ തോട്ട് ഐ വിൽ ആക്ച്വലി ലോഗ് ഇറ്റ് സംവെയർ. അങ്ങനെയാണ് ഈ വീഡിയോ പിടിക്കാൻ കാരണം. അപ്പോൾ ലുഡ്വിഗ് വിറ്റൻസ്റ്റൈൻ എന്നുള്ള ഒരു ഫേമസ് ഫിലോസഫറാണ്. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വൺ ഓഫ് ദി മോസ്റ്റ് കോമ്പറ്റന്റ് ഫിലോസഫർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബർട്ടൺ റസൽ അങ്ങനെയുള്ളവരുടെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ലുഡ്വിഗ് വിറ്റൻസ്റ്റൈൻ്റെ പേര് ആ ശ്രേണിയിൽ വരും, അറ്റ്ലീസ്റ്റ് ഇൻ വെസ്റ്റേൺ ഹെമിസ്ഫിയർ. അപ്പോൾ വിയന്നയിൽ ജനിച്ചു. ഒരു സ്റ്റീൽ ബാരന്റെ മകനായിരുന്നു. പുള്ളി എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ വന്നു. പിന്നെ ഫിലോസഫിയിലോട്ട് തിരിയാണ് ചെയ്തത്. അപ്പോ വിറ്റൻസ്റ്റൈൻ്റെ ഫേമസ് കൃതിയുടെ പേര് ട്രാക്ടറ്റസ് ലോജിക്കോ ഫിലോസഫിക്കസ് എന്നാണ്. അത് എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ആ ബുക്ക് മരിക്കണേക്ക് മുമ്പ് മര്യാദയ്ക്ക് വായിച്ച് മനസ്സിലാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഫിലോസഫിയിലെ ഒരു ലാൻഡ്മാർക്ക് കൃതിയായിട്ടാണ് അതിനെ പൊതുവെ കരുതപ്പെടുന്നത്. അദ്ദേഹം പിന്നെ ലൈഫിൽ പല സ്ഥലത്തൊക്കെ കറങ്ങി നടന്നു. അതായത് ആനപാലൻ മോതിരത്തിലെ ശ്രീനിവാസനെ മാതിരി റിസ്കി ജോബ്സ് ആർമി ഫ്രണ്ടിലൊക്കെ എടുത്ത് അങ്ങനെയാണ് പുള്ളി ഒരു ഫെയിം ഉണ്ടാക്കിയത്. പക്ഷെ ആഫ്റ്റർ 10 years അങ്ങനെ ഇപ്പോൾ ആൽപ്സിൽ പോയി സ്കൂൾ ടീച്ചറായി, പിന്നെ ചൈനയിൽ പോയി ജീവിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചു പുള്ളി വീണ്ടും ഫിലോസഫിയിലേക്ക് വരരുത്. അപ്പൊ വിറ്റൻസ്റ്റൈനെ കുറിച്ച് പറയുമ്പോൾ ഏർലി വിറ്റൻസ്റ്റൈൻ, ട്രാക്ടറ്റസും പിന്നെ ലേറ്റർ ഡേ വിറ്റൻസ്റ്റൈൻ ഉണ്ട്. ആ വിറ്റൻസ്റ്റൈൻ്റെ ബുക്ക് ഫിലോസഫിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, അത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പബ്ലിഷ് ചെയ്തത്. അതിലാണ് അദ്ദേഹം ഈ 2ാമത്തെ ബുക്കിന്റെ പ്രമേയം മനസ്സിലാക്കണമെങ്കിൽ ഫെഡറിക് നീഷയ്ക്ക് മുമ്പ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ പൊതുവെ വിചാരിച്ചിരുന്നത് വേർഡ് സിഗ്നിഫൈസ് ദ വേൾഡ് എന്നാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ആ ചിന്ത നമുക്ക് വേറെ ആളുകളത്തേക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു മെന്റൽ ഡിക്ഷണറി, ഒരു ഫിസിക്കൽ ഡിക്ഷണറിയിൽ നിന്ന് സെറ്റ് ഓഫ് വേർഡ്സ് ചൂസ് ചെയ്തിട്ട് വേൾഡിനെ ഡിസ്ക്രൈബ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പൊ നീഷയാണ് നമ്മൾ വിചാരിച്ച അത്രയും സിമ്പിൾ അല്ല ഈ വാക്കുകളുടെ വിന്യാസം എന്ന് പറയുമെങ്കിലും ഇപ്പോൾ ഏർലിയർ വിറ്റൻസ്റ്റൈൻ ട്രാക്ടറ്റസിലൊക്കെ ലാംഗ്വേജിനൊരു ഫോർമൽ പൊസിഷനിങ് കൊടുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചതാണ് ലാംഗ്വേജ് ഗെയിംസ് എന്നുള്ളതാണ്. അതായത് വി പ്ലേ ലാംഗ്വേജ് ഗെയിംസ് വിത്ത് അവർ ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജ് അധികാരം കൈയാളുന്നതിനും ഇനി എന്താ പറയുക ഇൻഡയറക്ട്ലി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിലേക്കും വളരെ, അതായത് എല്ലാ ലാംഗ്വേജ് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഇന്നസെന്റ് അല്ല. ആ വരുന്ന ആളുടെ പശ്ചാത്തലം, അയാളുടെ
അസ്തിത്വബോധം, പിന്നെ അയാളുടെ അധികാര നിലനിർത്താനുള്ള ത്വര, ഇതൊക്കെ വാക്കുകളിൽ നിക്ഷിപ്തമാണെന്നാണ് ഈ ലാംഗ്വേജ് ഗെയിംസിന്റെ രത്ന ചുരുക്കം. അത് അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ലെവലല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ എൻ്റെ കരിയർ തുടങ്ങുമ്പോൾ ഒരു പുള്ളി ഉണ്ടായിരുന്നു, പുള്ളിയുടെ പേര് ബിനു കാസിം എന്നാണ്. പക്ഷെ ഇപ്പൊ ഹിസ് ടോപ്പ് ഷോട്ട് ഇൻ US ഹെൽത്ത് കെയർ. അപ്പൊ പുള്ളിയൊക്കെ കരിയർ തുടങ്ങുന്ന സമയം അപ്പൊ ബിനു ഓൺലി യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയും. അപ്പൊ പുള്ളി ആകെ ഹാപ്പിയാണ്. അതുകൊണ്ട് അടുത്തുമായിട്ട് പറയും ഓൺലി യു വിൽ ഡു ഇറ്റ് എന്ന് പറയും. അതായത് നിനക്കേ ചെയ്യാൻ പറ്റും. അപ്പൊ അയാൾ പൊങ്ങും. അപ്പൊ നമ്മൾ പറയും നീയേ അത് ചെയ്യാൻ പോണുള്ളൂ. അപ്പോ ഈ ഇപ്പൊ അധികാര സ്വരങ്ങൾ ഇതെല്ലാം നമ്മൾ സട്ടിലായിട്ടാണ് ലാംഗ്വേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവനാള് നല്ല സത്യസന്ധനാണ്, പേര് കേട്ടാന്ന് പറയും. അപ്പൊ ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് അവൻ ഒരിക്കലും ചിലപ്പോൾ എന്തായാലും സത്യമേ പറയാറുള്ളതായിരിക്കും. അപ്പൊ വി പ്ലേ ലാംഗ്വേജ് ഗെയിംസ്. അപ്പൊ ഈ ലാംഗ്വേജ് ഗെയിംസിന്റെ ഐഡിയ ഞാൻ ഒരാളോട് പറഞ്ഞാൽ നൗ ഐ അണ്ടർസ്റ്റാൻഡ് വൈ സാൻസ്ക്രിറ്റ് ഡിഡ്ന്റ് ടേക്ക് ഓഫ്. അതെന്താ, സാൻസ്ക്രിറ്റിലെ എല്ലാ വേർഡ്സും നിർവചന സഹിതം 10,000 പദങ്ങളുണ്ട്, ധാതുപദങ്ങളെ പല രീതിയിൽ സന്ധി സമാസം അങ്ങനെ കമ്പോസ് ചെയ്ത് നമുക്ക് ചോയ്സോ ആർബിട്രറി ചോയ്സ് ഉള്ള വേർഡ് ഉണ്ടാക്കാം. അപ്പൊ അതിന് 2 എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബിഹേവിയറൽ സൈക്കോളജിന്റെ രവീന്ദ്ര മാഷ് തർജ്ജമ ചെയ്ത് പെരുമാറ്റ അധിഷ്ഠിത മനഃശാസ്ത്രം. അപ്പൊ 4 വാക്കുകളുടെ ലോപമാണ് ബിഹേവിയറൽ സൈക്കോളജി. അപ്പോ എൻ്റെ ഒരു ബന്ധത്തിൽ ഒരു പുള്ളി പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞു, ദശമുഖ മർദ്ദന ദാസവദന എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ പുള്ളി പറഞ്ഞു ദശമുഖമുള്ള ആർക്കാണ്? രാവണനെ മർദ്ദിച്ചത് ആരാണ്? ശ്രീരാമന്റെ ദാസൻ ആരാണ്? ഹനുമാന്റെ വദനമുള്ളവൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ കുരങ്ങന്നെ വിളിച്ചത്. ഓക്കെ, അതേമാതിരി തന്നെ എന്താ പറയാ, ഗജമുഖ വാഹന രിപുനയന, പൂച്ചക്കണ്ണൻ എന്നതിന്റെ അർത്ഥം. ഗജം വാഹനമായിട്ടുള്ള ആരാണ്? ഗണപതിയാണ്. ഈ മൂഷികൻ വാഹനമായിട്ടുള്ളത് മറ്റേ ഗണപതിയാണ്. ഗണപതിക്ക് മറ്റേ എന്താ പറയാ, അതായത് ഈ ഗജമുഖമുള്ളത് ഗണപതിയുടെ വാഹനമാണ് മൂഷികൻ. മൂഷികന്റെ രിപു ആരാണ്? രിപു അതെന്ന് വെച്ചാൽ ശത്രു, പൂച്ചയാണ്. പൂച്ചയുടെ നയനമുള്ളവെന്ന് പറഞ്ഞാൽ പൂച്ച. അപ്പോ നമുക്ക് സംസ്കൃതത്തിൽ ഇങ്ങനെ കുറച്ച് ഡിക്ഷണറി ഒന്നും വേണ്ട. അപ്പൊ അങ്ങനെയാണ് അത് ഇത് ചെയ്തത്. പക്ഷെ അതുകൊണ്ടാണ് സ്ക്രൂ പീപ്പിൾ ഇൻ ഡിഫറെന്റ് വേസ്, യു കൻ യൂസ് ലാംഗ്വേജ് ഇൻ ഡിഫറെന്റ് മാനർ എന്നാണ് പുള്ളി പറഞ്ഞത്. ഇപ്പോൾ ലാംഗ്വേജ് ഗെയിം ആണെന്ന് പറയുന്നത് കൺസൾട്ടിങ് ഇൻഡസ്ട്രി പോയാലും അതേമാതിരി തന്നെ സെയിൽസ് പിച്ചിലും എല്ലാത്തിലും വി പ്ലേ ലാംഗ്വേജ് ഗെയിംസ് ഓൾ അലൗ, ഈവൻ വി പ്ലേ ലാംഗ്വേജ് ഗെയിംസ് വിത്ത് കിഡ്സ്. അപ്പോൾ ലാംഗ്വേജ് ഗെയിംസ് എന്നുള്ളത് ഒരു റാമ്പൻ ഫിനോമിനയാണ്. നോട്ട് ദാറ്റ് ലുഡ്വിഗ് വിറ്റൻസ്റ്റൺ ഹാസ് ടു ടെൽ മീ ദാറ്റ്, ബട്ട് വെൻ എ പ്രൊമിനന്റ് പേഴ്സൺ ലൈക്ക് ലുഡ്വിഗ് വിറ്റൻസ്റ്റൈൻ സേസ് അബൌട്ട് ഇറ്റ്, ആധികാരികത കൊണ്ട്. ഇപ്പൊ ലാംഗ്വേജ് ഗെയിമാണ് ഫസ്റ്റ് ആയിട്ടുള്ള സാധനം. രണ്ടാമത്തത് ഇപ്പോ ഈ റോങ് ഫ്രാൻസ്വാ ലേഔട്ടാർഡ് എന്ന് പറഞ്ഞ അയാളാണ് ഫാദർ ഓഫ് പോസ്റ്റ് മോഡേണിസം എന്ന് പൊതുവെ കരുതപ്പെടുന്നത്. പുള്ളി 1979 പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ എന്നൊരു ബുക്ക് എഴുതി. അപ്പൊ ആ ബുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പൊതുവെ കേട്ടുവരുന്നത് ഒരു ഗ്രാൻഡ് നറേറ്റീവാണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അരിസ്റ്റോട്ടില് ഗ്രീക്കോ റോമൻ ട്രഡീഷന് ശേഷം ചർച്ച് 1000 കൊല്ലം യൂറോപ്പ് ഭരിച്ചു. അത് കഴിഞ്ഞിട്ട് മറ്റേ റിനൈസൻസ് ഉണ്ടായി. അങ്ങനെ സയൻസ് ബേസ്ഡ് സൊസൈറ്റി ഉണ്ടാവും. വി ആർ ലിവിങ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നുള്ള ഗ്രാൻഡ് നറേറ്റീവിന് പകരം കുറെ മിനി നറേറ്റീവാണ്. ഇപ്പൊ ഇനിയുള്ള കാലത്ത് ഉണ്ടാകുമ്പോൾ കാരണം അതിന് പ്രോബ്ലം ഉണ്ട്. ഇപ്പോ ചില ആൾക്കാര് റിനൈസൻസ് അവരെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോ അറബ് കൾച്ചറിന് സർട്ടൻ റിസർവേഷൻ ഉണ്ട്. ബെഡ് സൈഡ് എന്നുള്ള ഒരാള് ഈ എന്താ പറയാ, ഈ ഇമ്പീരിയലിസത്തിനെതിരെയൊക്കെ എഴുതുകയും അങ്ങനെ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത്, അതായത് മെറ്റാ നറേറ്റീവിന് പകരം മൈക്രോ നറേറ്റീവ്സ്, ഗ്രാൻഡ് നറേറ്റീവിന് പകരം അതായത് കൊച്ചു കൊച്ചു സ്മോൾ നറേറ്റീവ്സ്, സബാൾട്ടേൺ സ്റ്റഡീസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം റോൺ ഫ്രാൻസ്വാ ലൈറ്റാർഡാണ് ചെയ്തെങ്കിലും ഇപ്പോൾ ഒരു പോസ്റ്റ് മോഡേൺ ഫിലോസഫർ എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നവരുടെ പേര് ജാക്വസ് ഡെറിഡ എന്നാണ്. ഇവരുടെ ഐഡിയ ഡീകൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ഒരു കോംപ്ലിക്കേറ്റഡ് കാര്യമാണ്. ഈ 2 എക്സ്ട്രീംസ് സ്പെസിഫൈ ചെയ്തിട്ട് ബ്രാക്കറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കാര്യങ്ങൾ
പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്ക കാര്യങ്ങളും ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇൻ ഓർഡർ ടു ടെൽ അബൌട്ട് സംതിങ് യു ടു നെയിം ഇറ്റ്. നെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞ മാതിരി 5 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ. ഇറ്റ് ഹാസ് ടു ഹാവ് എ ജാതി ഓർ എ ക്ലാസ്. കൗനസ് ഉള്ള കൗ എന്ന് പറയും, അതാണ് ജാതി. പിന്നെ ഗുണം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ് വേണം, റെഡ് റോസ് അങ്ങനെ ഇത് ചെയ്യണം. പിന്നെ മൂന്നാമത്തതാണെങ്കിൽ ക്രിയയാണെങ്കിൽ അത് നടക്കും. പിന്നെ നാലാമത്തതാണെങ്കിൽ സംബന്ധം, അതായത് രണ്ട് കാര്യങ്ങൾ തമ്മിലെ റിലേഷൻഷിപ്പിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇല്ലെങ്കിൽ കൺവെൻഷൻ. ഇന്ന് മുതൽ ഒരാളുടെ പേര് ജോസഫാണ്. അപ്പൊ അങ്ങനെ ഈ 5 രീതിയിൽ നമുക്ക് പേരിടാൻ പറ്റില്ല. പേരിടാൻ പറ്റാത്തത് എന്ത് കാര്യവും നിങ്ങൾ ഒരു ബൈനറി അല്ലെങ്കിൽ ദ്വന്ദ്വം എടുത്തിട്ട് ബ്രാക്കറ്റ് ചെയ്തിട്ട് അതിന് നടുക്ക് രണ്ടും നിരാകരിച്ച് ഒരു അധികരണം പറഞ്ഞിട്ടാണ് ഈ കവികളും വ്യാസനും പ്ലേറ്റോയും എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഒരു ഡയലക്ടിക് മെത്തേഡ് വെച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഡെറിഡ പറയുന്നത് എന്താ, അതിൽ എവിടെയൊക്കെ ബൈനറീസ് ഉണ്ടോ ടെക്സ്റ്റ് കൺസിസ്റ്റന്റ് അല്ല, കോൺട്രഡിക്ഷൻ ഇൻഹറന്റ് ആണെന്നാണ്. പക്ഷെ ആ കോൺട്രഡിക്ഷൻ ശരിക്കും സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഫിലോസഫേഴ്സ് മറ്റേതും പറയുന്നുണ്ടെങ്കിലും. പക്ഷെ ഫോർ എ ലേമാൻ, ഫോർ എ കോമൺ മാൻ അത് ട്രബിൾസമാണ്. അപ്പോ ഈ ഡീകൺസ്ട്രക്ഷൻ ഇപ്പൊ നമ്മള് ഈ ഒരു പൊളാരിറ്റിനോട് ഫേവർ ചെയ്യുമ്പോൾ നമ്മൾ അതിലോട്ട് ഡിഗ് ചെയ്യുമ്പോൾ മറ്റേ പൊളാരിറ്റി വിസിബിൾ ആവും ആൻഡ് വൈസ് വേഴ്സ. അപ്പൊ ടെക്സ്റ്റ് ഇൻഹറന്റ്ലി കോൺട്രഡിക്ടറി ആണ്. അപ്പോ explaining contradiction within the text can reveal a lot, and author is dead. അപ്പോ ആരാണോ ആ ടെക്സ്റ്റ് വായിക്കുന്നത് അയാളുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നാണ് അതിൻ്റെ ഇതിന്. അപ്പോൾ ഡെറിഡയുടെ ഡീകൺസ്ട്രക്ഷൻ. അപ്പോൾ ഡീകൺസ്ട്രക്ഷൻ ഇസ് whenever you say advanced stuff, contradiction and dialectics is embedded in whatever has been said. But the resolve ചെയ്യണമെന്നുണ്ടെങ്കിൽ you need to deconstruct text and then you can bring to light the inherent contradiction within the text. അതാണ് രണ്ടാമത്തെ ഐഡിയ. ഇപ്പൊ ലാംഗ്വേജ് ഗെയിംസും ഈ ലൈറ്റാർഡിനെ റോൺ ഫ്രാൻസോ ലൈറ്റാർഡ്, ഫാദർ ഓഫ് പോസ്റ്റ് മോഡേണിസത്തിന് ലാംഗ്വേജ് ഗെയിംസ് ഐഡിയ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ലാംഗ്വേജ് ഗെയിംസ് മസ്റ്റ് ആണെന്നുള്ളത് എനിത്തിങ് വെർത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അടുത്ത പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മെറ്റഫോർ അല്ലെങ്കിൽ രൂപകം, അതായത് ആർഗ്യുമെന്റ് ഈസ് വാർ, അല്ലെങ്കിൽ മറ്റേ മൈക്രോസോഫ്റ്റ് വിൻഡോ ഡോറ് അങ്ങനത്തെ ഫോൾഡർ ഫയൽ ആ ടൈപ്പ് മെറ്റഫോർ യൂസ് ചെയ്തിട്ടാണ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് യൂസേജും കവികളും മാത്രമാണ് മെറ്റഫോർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് വെച്ചിരുന്നത്. പക്ഷെ ജോർജ് ലാക്കോഫും അവരുടെ റിസർച്ചേഴ്സ് കണ്ടുപിടിക്കേണ്ടായി മൈൻഡ് ഇൻഹറന്റ്ലി മെറ്റഫോറിക്കൽ ആണ്. എല്ലാം നമ്മൾ മെറ്റഫോർ ആയിട്ടാണ് കാണുന്നത്. അപ്പോ wherever you see metaphor, അതിന്റെ മെറ്റഫോർ ബീലിംഗ് എന്നൊരു ബുക്ക് ആണ്. wherever you see metaphor, language games ought to be there, and there are situation where you need to specify the binaries and reject both and actually come to some kind of a basis. ഒരു ഡയലക്ടിക്കൽ മെത്തേഡിലൂടെ കോൺട്രഡിക്ഷനിലൂടെ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഡെറിഡയുടെ ഡീകൺസ്ട്രക്ഷൻ വരും. അപ്പൊ ഫൈനൽ നെയിൽ ഇൻ ദ കോഫിൻ ഇൻ ദിസ് പസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റോൺ ബോർഡർലാൻഡിന്റെ ഹൈപ്പർ റിയാലിറ്റി എന്നുള്ള കൺസെപ്റ്റ്. വി ആർ നോട്ട് ലിവിംഗ് ഇൻ റിയാലിറ്റി എനിമോർ, വി ആർ ലിവിംഗ് ഇൻ സം കൈൻഡ് ഓഫ് എ സിമുലേഷൻ ഹൈപ്പോത്തസിസ് വേറെ കുറച്ചുകൂടി ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഫേമസ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൾഫ് വാർ ഡിഡ്ന്റ് ഹാപ്പൻ. ഈ ഗൾഫ് വാർ റിപ്പോർട്ട് ദോസ് ഓഫ് യു, ഐ വാസ് 18 back then, 18.5 ആയിരുന്ന സമയത്താണ് ഗൾഫ് വാർ നടക്കുന്നത്. 1990 നവംബറിലാണ് തോന്നുന്നു. അപ്പോ ഈ കേബിൾ ടിവിയിലും മറ്റേലൊക്കെ കേബിൾ ടി വി വന്നു തുടങ്ങണുള്ളൂ. പക്ഷെ മിക്ക വേൾഡ് ദിസ് വീക്ക് അങ്ങനത്തെ സ്ഥലത്തും പിന്നെ ദൂരദർശനിലൊക്കെ CNN ക്ലിപ്പിംഗ്സ് വരുമായിരുന്നു. അപ്പോ US മിലിറ്ററി അപ്ഡേറ്റ്സ് കൊടുക്കും, ക്ലിപ്പിംഗ്സ് വരും, സ്കഡും ബാറ്ററിയോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കും, ഇറാഖിലെ സ്കൈലൈൻ കാണിക്കും. അതാണ് ഗൾഫ് വാർ. അപ്പൊ ഇനിയിപ്പോ അവിടെ നടന്നോ ഇല്ലേ എന്നുള്ളത് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. വാട്ട് എവർ ദ പീപ്പിൾ റിപ്പോർട്ടഡ് ആക്ച്വലി കെയിം ടു us. വാട്ട് ഹാപ്പൻഡ് ഓൺ ദ ഗ്രൗണ്ട് അല്ല അവിടെ നടന്നേ. അപ്പൊ കുറച്ചുകൂടി ഒരു റിയാലിറ്റി കുറച്ചുകൂടി ഹൈപ്പർ റിയാലിറ്റിയാണ്. അപ്പൊ അതിനുവേണ്ടി പുള്ളി ഉദ്ദേശിച്ച ഒരു ഡിവൈസിന്റെ പേര് സിമുലാക്രാണ്. സിമുലാക്ര എന്ന് പറഞ്ഞ ഒരു 4 സ്റ്റേജിൽ വളർന്ന സാധനമാണ്. ഫസ്റ്റ് യു വിൽ ആക്ച്വലി ക്ലോൺ ദ ഒറിജിനൽ, ആൻഡ് ദെൻ second you will enhance the original, third phase you will actually caricature it, and fourth is you will replace it with other different thing which is not connected with the original thing. അപ്പോ ഇനി അതിന്റെ മുകളിൽ ലേയേഴ്സ് ഓഫ് അബ്സ്ട്രാക്ഷൻ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അതിനാണ് സിമുലാക്ര എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ലാൻഡ് ഉണ്ട് നേരിക്കുക, ഒരാൾ പോയി സർവേ ചെയ്തിട്ട് ഒരു മാപ്പ് ഉണ്ടാക്കി,
then that map is synonymous with the territory. പിന്നെ നിങ്ങൾ അതാണ് ഫസ്റ്റ് ഫേസ്. പിന്നെ മാപ്പിനെ നിങ്ങൾ എൻഹാൻസ് ചെയ്യും. പൊളിറ്റിക്കൽ മാപ്പ്, ജോഗ്രഫിക്കൽ മാപ്പ്, റിസോഴ്സ് അങ്ങനെ പല രീതിയിൽ അത് ചെയ്തിട്ട് അതാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജിൽ എന്ന് പറയുന്നത് കാരിക്കേച്ചർ ചെയ്യും. ചിലപ്പോൾ ജർമ്മനി എന്നുള്ളത് ഒരു പ്രത്യേക ഇതിലൊക്കെ വരച്ച് കഴിഞ്ഞാൽ അബ്സ്ട്രാക്ട് ആയിട്ട് വരച്ചാൽ പോലും അത് ആ ടെറിട്ടറിനെ ഫീൽ മനസ്സിലാവും. ഫൈനലി ചിലപ്പോ ജർമ്മനി എന്ന് പറയുന്ന സ്ഥലത്ത് ചിലപ്പോ ബിസ്മാർക്കിന്റെ മീശ ആയിരിക്കും കൊണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ദാറ്റ് മീൻസ് ഓക്കെ ബിസ്മാർക്കിന്റെ മീശ കാണുമ്പോൾ അത് ജർമ്മനിയാന്ന് പറയുന്നത്, പക്ഷെ മീശയും ജർമ്മനിയും തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. അതിനാണ് സിമുലാക്ര എന്ന് പറഞ്ഞതിന്റെ ഏകദേശ രൂപം. അപ്പോ ഇതാണ് ഈ 4 കാര്യങ്ങൾ, അതായത് ജോർജ് ലാക്കോഫിന്റെ കണ്ടുപിടുത്തം ആൻഡ് ഹിസ് കൊളീഗ്സിന്റെ, അതായത് വി തിങ്ക് മെറ്റഫോറിക്കലി ഇൻ ആൻ ഇൻഹറന്റ് മാനർ. അപ്പോ മെറ്റഫോറിക്കലി നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ അവിടെ പാരഡോക്സസും ബൈനറീസും പിന്നെ റിജക്ടിങ് ദ ബൈനറീസ് ഡയലക്ടിക്കൽ മെത്തേഡോടെ നാച്ചുറലി വരും. സോ ദാറ്റ് ദ സ്റ്റേജ് ഇസ് സെറ്റ് ഫോർ ദ ലാംഗ്വേജ് ഗെയിംസ്, ആൻഡ് ദിസ് ലാംഗ്വേജ് ഗെയിംസ് എവറിഥിങ് ഈസ് പ്ലേഡ് ഇൻ സം കൈൻഡ് ഓഫ് എ ഹൈപ്പർ റിയാലിറ്റി യൂസിങ് സിമുലേഷൻ സിമുലാക്ര. അപ്പൊ ഇതാണ് ഈ 4 ഈ കാര്യങ്ങൾ അവിടെ ഓൾറെഡി എവരിവെയർ വി ഗോ. അപ്പൊ ഇതൊരു എൻവയോൺമെന്റൽ പാരാമീറ്റർ ആണ്. അപ്പോ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു മോഡേൺ കോർപ്പറേറ്റിലായതുകൊണ്ട് നമ്മളെപ്പോഴും ആ കോർപ്പറേറ്റിനെ ഡ്രൈവ് ചെയ്യുന്ന വെസ്റ്റേൺ ഈത്തോസ് ആയതുകൊണ്ട് വെസ്റ്റിലെ 3 എക്സിസ്റ്റന്റലിസ്റ്റ് അല്ല 3 ഹ്യൂമനിസ്റ്റിക് ഫിലോസഫി എക്സിസ്റ്റന്റലിസം, അതായത് artificial objects essence is determined before the existence, whereas in the case of man such essence is not being formulated. Apo it is for every man to find out their own essence. They can do anything as long as they are willing to suffer the consequence. Apo idoru powerful call for action adan existentialism, French philosophy, adum incidentally from France aanu. Pinne ഉള്ളത് ഫിനോമിനോളജി ആണ്. ഈ ഒബ്ജക്റ്റീവ് വേൾഡിനെ നിരാകരിച്ചുകൊണ്ട് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് റിയാലിറ്റി എന്ന് പറഞ്ഞു വയ്ക്കുന്ന പ്രതിഭാസ സത്താവാദമാണ് ഫിനോമിനോളജി. അത് എഡ്മണ്ട് ഹസൽ, മാർട്ടിൻ ഹൈഡഗർ, ഹാന ആർണ്ട്, അത് ജർമ്മൻ ലീനിയേജ് ഉള്ള വേൾഡ് വാർ II സമയത്ത് ഉണ്ടായതാണ്. ഇത് 60s പോസ്റ്റ് മോഡേണിസം 70s മുതലാണ്, 79 അതിലാണ് ഈ ബുക്ക് ഫോർമുലേറ്റ് ചെയ്തത്. ഐഡിയാസ് വെർ ദർ ഫ്രം 1960s ഓൺവേർഡ്. ജോർജ് ലാക്കോഫ് 80s ഏർലി 80s ഈ ഇത് ചെയ്തത്. ഈ 4 കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നോളജ് will help you to view the world in a correct manner. ഇത് ശരിക്കും പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ പോസ്റ്റ് മോഡേണിസ്റ്റ് ലെൻസ് ഉപയോഗിച്ചിട്ട് പോസ്റ്റ് മോഡേണിസ്റ്റുകൾ തകർത്ത നമ്മുടെ സ്ട്രക്ചർ എങ്ങനെ അവരുടെ അതേ ടൂൾ ഉപയോഗിച്ചിട്ട് അവർക്കെതിരെ അറിയുന്ന വഴിയാണ് ഇത് വരുന്നത്. പക്ഷെ ഈ 4 ഐഡിയാസ്, അതായത് മെറ്റഫോർസ് വി ലീവ് ബൈ, language games we play, inherent contradiction in the text, and our necessity to deconstruct it and then bring out the paradoxes and the inner meanings of whatever being said, and hyper reality. ഈ 4 കാര്യങ്ങൾ ഒരു നമ്മളെ വ്യക്തമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഫ്യൂച്ചർ വീഡിയോസിൽ ഞാൻ എക്സിസ്റ്റന്റലിസം, ഫിനോമിനോളജി അതിനെ കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ പറയാം. നന്ദി, നമസ്കാരം.